ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടല്ലോ ഒരു ഹെൽത്തി ചാട്ടാണ്. കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് നമുക്കിത് കഴിക്കാം. ഞാൻ ഹെൽത്തി എന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഓട്സും അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും ആണ് ഇതിനകത്തുള്ളത്. അപ്പം ഇത് ഞാൻ ആദ്യമേ പറയുന്നത് ഹെൽത്തിയാണ്. ടേസ്റ്റിനേക്കാളും ഇത് ഹെൽത്തി ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഗ്രീൻ പീസ് ഒക്കെയാണ് അതിനകത്ത് മെയിൻ സാധനങ്ങൾ. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓട്സ് ഒരു 1/4 കപ്പ്, ഒരു ബീൻസ് നീളത്തിലരിഞ്ഞത് ഒരെണ്ണം, 1-2 എണ്ണം മതി, ഒരുപാട് വേണ്ട. പിന്നെ ക്യാബേജ് കുറച്ചൊരു കുഞ്ഞു പിടി, അത്രയും മതി, അതും നീളത്തിൽ വേണം അരിയാൻ. പിന്നെ കറിവേപ്പില ഒരു 3-4 എണ്ണം. പിന്നെ പച്ചമുളക് അരി കളഞ്ഞത്, പിന്നെ അത് നീളത്തിൽ വേണം അരിയാണ്. പിന്നെ തക്കാളി ഒരു 2 എണ്ണം ചെറുത്. പിന്നെ ഗ്രീൻ പീസ് വേവിച്ചതാണ്, അത് 1 കപ്പോളം ഉണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ സോസ്, സോയ സോസ്. ഇത് രണ്ടും ഓരോ സ്പൂൺ വീതം, 1 ടീസ്പൂൺ വീതം എടുക്കുന്നുള്ളൂ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അത് 1 ടീസ്പൂണേ എടുക്കുന്നുള്ളൂ. നമുക്ക് ആദ്യം ഈ ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വെറുതെ നമ്മൾ പാൻ ചൂടാക്കി അതിലേക്കൊന്ന് എടുത്താൽ മതി. എണ്ണയോ അങ്ങനെയൊന്നും നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നില്ല. നന്നായിട്ട് അത് ചൂടാവണം, നമ്മുടെ ഓട്സ് നന്നായിട്ട് ചൂടാവണം. ഞാനിപ്പോൾ ഗ്രീൻ പീസ് ചെറിയൊരു ബൗളിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഗ്രീൻ പീസിൻ്റെ സ്വാദ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാം. നമുക്കത് ചൂടായി കഴിഞ്ഞു, അതിൻ്റെ ചെറുതായിട്ടൊന്ന് നിറവും മാറി നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് മതി. ആ മുളകും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അത്രയും കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഞാൻ മുളക് അതിലേക്ക് ഇട്ടിട്ട് 1 മുളക്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു വലിയ മുളക് ഇങ്ങനെ 4ആയിട്ട് മുറിച്ചതാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം വലിയ നീളത്തിലുള്ളൊരു മുളകായിരുന്നു ഇത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു, കുറച്ച് മതി. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെയിറ്റ് ലോസ് അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ബീൻസ് നീളത്തിലരിഞ്ഞത്, ക്യാബേജ് കണ്ടില്ലേ, കുറച്ച് ക്യാബേജേ ഉള്ളൂ. ഇത് നമ്മൾ സോർട്ട് ചെയ്തെടുക്കുക.
നന്നായിട്ട് ഇളക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ അതിനകത്ത് പിടിക്കണമല്ലോ. ഞാൻ പിന്നെ ഇവിടെ ചാട്ട് മസാല ഒന്നും ഉപയോഗിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഹെൽത്തിയാണ്. ആ മസാലകളൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ നിറം മാറുമ്പോഴാണ് നമ്മൾ അടുത്ത കഷ്ണങ്ങൾ ഇടുന്നത്. നമ്മൾ സാധാരണ ചാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവും അല്ലെങ്കിൽ ഭയങ്കര സ്പൈസി ചാട്ട് മസാലയൊക്കെ ചേർത്തായിരിക്കില്ല. ഇത് അതുപോലെയല്ല. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. 2 ചെറിയ തക്കാളിയാണ് ഞാൻ ഇതിനെ എടുത്തേക്കുന്നത്. അത് ഇതുപോലെ നീളത്തിൽ അരിയുക. നമ്മൾ അരിയുന്നതിനൊക്കെ ഓരോന്നിനും അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അതാണ് പ്രത്യേകം പറഞ്ഞത് നീളത്തിൽ അരിയണമെന്ന്. ചെറുതായിട്ട് അരിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും, നീളത്തിൽ അരിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് ആവശ്യത്തിന് ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. പട്ടാണി അതായത് ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് വേവിക്കാം. അത് കാരണം നമ്മൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇടാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലൊക്കെ നമ്മുടെ വയറിന് നല്ലതാണല്ലോ. മറ്റ് വെജിറ്റബിൾസ് ആണെങ്കിലും ആരോഗ്യത്തിന് നല്ലതാണ്. ഈ തൈറോയിഡ് അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് ആണെങ്കിൽ ഈ ക്യാബേജ് ഒഴിവാക്കാവുന്നതാണ്. അവർക്ക് ക്യാബേജ് പറ്റില്ല, ഈ തൈറോയിഡ് അസുഖമൊക്കെ ഉള്ളവർക്ക്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ്, ചെറിയൊരു സ്പൂണിലും 1 സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ, 1 ടീസ്പൂൺ. പിന്നെ സോയ സോസും അതുപോലെ തന്നെ കുറച്ച് ഒഴിക്കാം. അല്ലേ കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇത്രയും മതി സോയ സോസ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലേ പല കളറായി, പച്ച, വെള്ള, ബ്രൗൺ, ചുമപ്പ്, ആകെ ഒരു കളർഫുള്ളാണ്. നമുക്കിനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഇടാം. ക്യാരറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. വെജിറ്റബിൾസ് ഒരുപാട് നമ്മൾ കഴിക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഹെൽത്തി ആണെന്നുള്ളത്. ഒരുപാട് വെജിറ്റബിൾസ് നമുക്ക് ഈ ഒരു രീതിയിൽ കഴിക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഓട്സ് ഇടാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഈ ടൈപ്പ് ഓട്സ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. കുഴയാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അതിനനുസരിച്ച് വെള്ളം നിങ്ങൾ ഒഴിക്കുക. അവസാനം നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമല്ലോ, അപ്പോൾ അതും കൂടി ആകുമ്പം നല്ല പാകത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പുളിയും എല്ലാം ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഓട്സ് കുഴയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഓൾറെഡി ഇതൊക്കെ ഗ്രീൻ പീസൊക്കെ വെന്തതാണല്ലോ. അപ്പോൾ ഓട്സ് ഒന്ന് വെള്ളത്തിൽ വേവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ബാക്കി വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വേവണമെന്നില്ല. അതല്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കഴിച്ചാൽ തന്നെ ഗുണമുള്ള സാധനങ്ങളാണല്ലോ. നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ച് വെക്കാം. കറിവേപ്പില ഇടാം. അത് നമ്മൾ എടുക്കുന്നതിന് കുറച്ച് മുമ്പ് മാത്രം നമുക്ക് കറിവേപ്പില ഇട്ടാൽ മതി. ഒന്നുകൂടെ വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുക. നമുക്ക് നോക്കാം. കണ്ടില്ലേ, ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ മാറിക്കിട്ടും. ഇല്ല, ഓട്സ് അധികം കുഴഞ്ഞിട്ടില്ല. ഇത് കുറേശ്ശെ ആറുന്നതിന് മുമ്പ് കഴിക്കണം. ചെറിയ ചൂടോട് വേണം ഇത് കഴിക്കാൻ. അപ്പോഴാണ് ഇതിൻ്റെ സ്വാദെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഓട്സ് ഗ്രീൻ പീസ് ചാട്ട് റെഡിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. നാളെ നമുക്ക് വേറൊരു വിഭവമായിട്ട് 1 മണിക്ക് കാണാം. ബൈ ബൈ.